ഫ്രണ്ട്സ്, നമുക്കിന്ന് പെട്ടെന്ന് ഒരു ക്രീം കാരമൽ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാരമലൈസ് ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ ചെറിയ തീയിലാണ് ഇടേണ്ടത്, വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെയായി വരും. ആ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ബട്ടറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ കാരമൽ സിറപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാ വശത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായി. ഇനി ഒരു കപ്പ് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാൻ വെക്കുന്ന സമയം കൊണ്ട് 2 മുട്ട ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പാൽ തിളയ്ക്കേണ്ട, ചൂടായാൽ മതി. ചൂടായ ശേഷം ഇതിലേക്ക് ഇതാ കുറച്ചായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. ചൂടുള്ള പാലാണ്, അപ്പം മുട്ട വെന്ത് പോകും. നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പം ഇങ്ങനെ ഈ ഒരു പ്രോസസ്സാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, മുട്ടൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം മിക്സായി. ഇനി നമ്മൾ നേരത്തെ കാരമലാക്കി വെച്ച പാത്രമില്ലേ, അതിലേക്ക് ഒരു അരിപ്പ വെച്ച് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ അരിപ്പയിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നമുക്ക് ബേക്ക് ചെയ്യുകയും ചെയ്യാം, ഓവനിൽ വെച്ചിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീമറിൽ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കണം. കണ്ടോ, മുട്ടയുടെ അരിച്ചതുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിക്കളയാം. അപ്പോൾ സംഭവം സെറ്റായി. ഇനി ഇതൊരു ഫോയിലുണ്ട്, നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഗ്യാസ് മേലെ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആവി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് വരെ നമുക്കിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റി കൊടുക്കാം. അപ്പം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു ഞാനിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ ഓക്കെ, സെറ്റാണ്. നമ്മളൊരു കത്തി എടുക്കുക. വളരെ ഈസിയാണ് പരിപാടി. സൈഡിൽ ഇങ്ങനെ ഇടിപ്പിച്ച് കൊടുക്കുക, ഒരു പാത്രത്തിലേക്ക് തട്ടുക. അതേ പറഞ്ഞാൽ വളരെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ട്രൈ ചെയ്യാമല്ലോ. മുട്ടയും പാലും പഞ്ചസാരയും എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനമല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെയാണ് പൊക്കേണ്ടത്. അപ്പോൾ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ സിമ്പിൾ റെസിപ്പി കിട്ടിയില്ല എന്നുള്ള പരാതി ഇനി ആരും പറയരുത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് നമ്മുടെ ചാനലുണ്ട്. 400-ലധികം വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലെ ഈസി വീഡിയോസായിട്ട് വരാം.